അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വാടക കൊടുക്കാതെ സ്വന്തമായൊരു വീട് ഉണ്ടാവുക എന്നുള്ളത്. അൽഹംദുലില്ലാ, അതിൻ്റെ നിർമ്മാണം 2023 നവംബറോട് കൂടെ ഞാൻ ആരംഭിച്ചു. പലരുടെയും സഹായങ്ങൾ കൊണ്ട് വീട് ഈ ഒരു രൂപത്തിലേക്ക് ആക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണ്. കുറച്ചൊന്നല്ല, ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പതിയാശ്ശേരി ഭാഗമാണ്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ വിൽക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇതിലിപ്പോൾ ഓരോരുത്തരും 5 സെൻറ്റ്, 3 സെൻറ്റ്, 4 സെൻറ്റായി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ തേപ്പ് തുടങ്ങിയപ്പോൾ ഇറക്കിയ മണ്ണാണ്. മഴ കാരണം ഒന്ന് മൂടിയിട്ടതാണ്. ആ കാണുന്ന സ്ഥലം ഇൻഷാ അല്ലാഹ് അവിടെ വാടകയ്ക്ക് ഇല്ലാതെ ചെറിയൊരു കുടിൽ കെട്ടി താമസിച്ചവരാണ്. അവരിപ്പോൾ ഇന്നലെ വന്ന് ഇവിടൊക്കെ വൃത്തിയാക്കി. ഇന്നതിൻ്റെ കുറ്റടിയാണ്. അൽഹംദുലില്ലാ, അവരെന്നെ ക്ഷണിച്ചിട്ടുണ്ട്. 9:30-ക്കാണ് കുറ്റിയടി. ആ കാണുന്നൊരു ഉസ്താദിൻ്റെ വീടാണ് ഇത്. അസീസ് എന്ന് പറയുന്നൊരു സഹോദരൻ്റെ വീടാണ്. വലിയൊരു സഹായമാണ് അദ്ദേഹം. പണിക്കാർക്ക് വേണ്ടി വെള്ളം കൊടുക്കാനും നമ്മളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളോട് ഇല്ലെങ്കിലും നന്നായി സഹായിക്കുന്ന ഒരു കുടുംബമാണ്. വാർപ്പുള്ള സമയത്തൊക്കെ ഒരുപാട് മുകളിലേക്ക് വെള്ളമടിക്കാൻ അവരുടെ വീട്ടിൽ നിന്ന് കരണ്ട് ഉപയോഗിച്ച് മോട്ടർ വെച്ച് സോസ് ഒക്കെ വെച്ച് നല്ല രൂപത്തിൽ തന്നെ സഹായിച്ച ഒരു കുടുംബമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭവനം പെട്ടെന്ന് പൂർത്തിയാവണം. നിങ്ങളൊക്കെ പ്രത്യേകം അതിൽ ദുആ ചെയ്യണം എന്ന് ആദ്യമായി ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് ഈ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡാണ് ഇതിൻ്റെ. ഇതേ സൈഡിനാണ് അപ്പുറത്തുള്ളത്. 4.5 സെൻറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. സൈഡൊക്കെ വളരെ കുറവാണ്. ഇത് വടക്ക് വശത്തുള്ള സൈഡാണ്. നേരത്തെ കണ്ട് തെക്ക് വശത്തുള്ള സൈഡാണ്. ഇൻഷാ അല്ലാഹ് ഇനി ജനൽ വയ്ക്കാനുണ്ട്. തേപ്പ് പൂർത്തിയാക്കാണ്ട്. ഇപ്പോൾ ജസ്റ്റ് മഴ നനഞ്ഞുള്ളിലേക്ക് വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്ത പണിയാണ് ആ കാണുന്ന തേപ്പിൻ്റെ ഭാഗം. ഈ തേപ്പ് നടത്തുന്നത് റിയാഡ് ഭാഗത്തുള്ള നൂറുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരനും കൂട്ടുകാരൊക്കെയാണ്. നമുക്കൊന്ന് വീടൊന്ന് കാണാം. ഇൻഷാ അല്ലാഹ് ഈ കട്ടൊക്കെ ബാലൻസാണ്. ഇൻഷാ അല്ലാഹ് മുകളിലേക്ക് ഇനി പണിയുമ്പോൾ ഉപയോഗപ്പെടും നിലക്ക് നമ്മൾ ഇങ്ങനെ വെച്ചേക്കാണ്. ഈ കാണുന്നത് സിറ്റ് ഔട്ടാണ്. ചെറിയൊരു സിറ്റ് ഔട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കസേര ഇട്ടിരുന്നാൽ പിന്നെ ഇങ്ങോട്ട് വളരെ തുച്ഛം സ്ഥലം ഉണ്ടാവുള്ളൂ. ഇത്രയും ചെറിയ സിറ്റ് ഔട്ടാണ് കാണുന്നത്. എന്നാലും അൽഹംദുലില്ലാ, ഇതും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. ഈ കാണുന്നത് വിസിറ്റിംഗ് റൂമാണ്. ആ കാട്ടം മെറ്റിൽ പുറത്തുണ്ടായതാണ്. അത് നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി 3-4 ദിവസം നിന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ടതാണ്. ഈ ഡോറ് ഇവിടെ ഡോറില്ലാത്ത സമയത്ത് ഒരുപാട് നായ്ക്കളൊക്കെ കയറി ഇറങ്ങി പ്രയാസാക്കുന്നു എന്ന് നമ്മൾ അസീസ്ക്ക് അറിഞ്ഞപ്പോൾ നമ്മൾ ചെറിയ നിലക്കൊന്ന് ഡോറ് വെച്ചതാണ്. ഇതാണ് വിസിറ്റിംഗ് റൂം. വലിയ കുഴപ്പമില്ലാത്തൊരു വിസിറ്റിംഗ് റൂമാണ്. വിസിറ്റ് റൂമിലേക്ക് കടന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഷോക്കേസ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് എടുത്താൽ ഹാളിലേക്കാണ് നേരെ കിടക്കുന്നത്. അപ്പം ഇങ്ങനെ പണിഞ്ഞു കഴിഞ്ഞാൽ ഉപകാരം വെച്ചാൽ വിസിറ്റിംഗ് വരുന്ന നമ്മളെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ അവിടെ ഇരിക്കുകയും ചെയ്യാം. സ്ത്രീകൾക്ക് സുഖമായിട്ട് അകത്ത് പെരുമാറുകയും ചെയ്യാം. അപ്പോൾ ആ നിലക്ക് തന്നെയാണ് പണിഞ്ഞേക്കുന്നത്. ഇവിടെ ഡൈനിങ് ഹാളാണ്. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള മേശയും കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ ഇതിൻ്റെ അടിയിൽ മകളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ അക്വേറിയം പോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അത് സൗകര്യപ്പെടുകയാണെങ്കിൽ ഇത് ചെയ്യണം. നേരെ കാണുന്നത് നിസ്കാരമുറിയാണ്. ഏകദേശം ഒരു ഇമാമ് 2 മഅ്മൂമിങ്ങൾക്ക് നിന്ന് സുഖമായി നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നിസ്കാരമുറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹാളിൽ നിന്ന് വന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ആദ്യത്തെ റൂമാണ്. നമ്മൾ റൂമിൽ തന്നെയാണ് ബാത്റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ അതാ ഇന്ന് കുറ്റിയടിക്കാൻ പോകുന്ന സ്ഥലമാണ് കാണുന്നത്. വീണ്ടും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മളെ വാഷ് ബേസ് വരാൻ പോണത്. കൈക്ക് കഴുകാനായിട്ട് ഇവിടെയാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. ഈ തീരുമാനം മാറുമെന്നറിയില്ല. തൊട്ടപ്പുറത്ത് നമ്മൾ നിസ്കാരമുറിയോട് ചേർന്ന് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 റൂമാണ് ഇതിൽ വരുന്നത്. ഒരു വിസിറ്റിംഗ് റൂമും അതുപോലെ 2 റൂമുകൾ, ഒരു നിസ്കാരമുറി, ഹാള് ചേർന്ന് ഒരു ടീ രൂപത്തിൽ ഭക്ഷണമായിക്കുള്ള ഏരിയ, ഒരു അടക്കള, ചെറിയൊരു വേറൊരു അടക്കള. ഇതിൽ തന്നെയാണ് 2ാമത്തെ റൂമാണ്. അതിൽ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഇത് കമ്പിയാണ്. ഇത് ബാലൻസ് വന്നപ്പോൾ ഇവിടെ കയറ്റിയിട്ടൊക്കെയാണ്. പക്ഷേ അതെന്തെങ്കിലും കാര്യത്തിൽ ഉപകാരപ്പെടുത്തി നിൽക്കണം. ഇതിൻ്റെ പിറക് വശം എന്ന് പറഞ്ഞാൽ സൈഡും പിറകൊക്കെ വളരെ കുറവാണ്. വളരെ കുറവാണ്. നമ്മൾ ഹാളിൽ നിന്ന് അഥവാ ഫ്രണ്ടിൽ നിന്ന് ഹാളിൽ കടന്ന് നേരെ വരുമ്പോൾ അഥവാ നിസ്കാരമുറിയുടെ വടക്ക് വശത്തായിട്ടാണ് നമ്മൾ അടക്കള സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ കട്ടക്ക് വെച്ച് ഒന്ന് നിർത്താനുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ വെച്ച് അങ്ങനത്തെ രീതിയിലുള്ള സെറ്റപ്പാണ് ഉണ്ടാവുക. പിന്നെ അടിയിൽ വർക്കുകളും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ വൈഫിൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ചായിരിക്കും, തീരുമാനം അനുസരിച്ചായിരിക്കും അവിടെ സെറ്റ് ചെയ്യുക. കാരണം അടക്കള എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അവരുടെ രീതിയിലായിരിക്കണം നമ്മൾ അടക്കള സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്കൊരു അവിടെ നിൽക്കുവാനും കാര്യങ്ങൾ ചെയ്യാനും മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും. എല്ലാവരും നമ്മളെ തീരുമാനം നോക്കി നടത്തിയാൽ പ്രയാസമാണ്. ഇവിടെയും ഈ വിസിറ്റിംഗ് റൂമിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ ഈ ഒരു ഇവിടെ പുറത്തേക്കുന്നത്. ഇവിടെ ഞാനത് ഷോക്കേസ് സെറ്റ് ചെയ്ത് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഉണ്ടില്ലേ ഇങ്ങനെ കമ്പ്യൂട്ടർ വാർക്കാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ നിന്ന് വേറെ എന്തോ മുമ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ ഒഴിവാക്കിയിട്ടു. വീണ്ടും അടുക്കളയ്ക്ക് ചെല്ലാണ്. ഇവിടെ നമ്മൾ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്യാനുള്ളൊരു ഭാഗമാണ്. അപ്പം വിറകൊക്കെ വെച്ച് അടുപ്പ് കൂട്ടുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തേക്കണം. പിന്നെ വല്ലാണ്ട് പകുളിലേക്ക് കിടക്കൂല, ആ നിലക്കാണ്. ചെറിയൊരു അടക്കളയാണ്. അധികം വലിപ്പമൊന്നുമില്ല. വിസിറ്റിംഗ് റൂമിനേക്കാൾ മറ്റേ സിറ്റ് ഔട്ടിനേക്കാളും ചെറിയൊരു വീതി കൂടുതലാണ് മാത്രം. അടിയിൽ പിന്നെ വിറകൊക്കെ വയ്ക്കാണ് ചെറിയ സെറ്റപ്പ്. ഇതൊക്കെ കൊണ്ട് തട്ടും താൽക്കാലികമായിട്ട് ഇവിടെ ഇപ്പോൾ കറണ്ടിൻ്റെ ആ മീറ്ററൊക്കെ വെച്ചേക്കാണ്. പക്ഷേ അത് കറണ്ട് പണി തുടങ്ങിയൊക്കെ ഓക്കെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചുമരുമൊക്കെ വെക്കണം. വീട് നമ്മളൊരു അടുക്കളയ്ക്ക് തന്നെ വന്നേക്കാണ്. തിരിച്ച് ഹാളിലേക്ക് വന്നു. അടുക്കളയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കോണിയായി. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ വലത് ഭാഗത്തും അടുക്കള വരുമ്പോൾ ഇടത് ഭാഗത്താണ്. ഇവിടെ ഷീറ്റ് നമ്മൾ റമദാന് കുറച്ച് മുമ്പ് ചെയ്താണ്. കാരണം മഴ ഒക്കെ പെയ്യുമ്പോൾ ഇനി ചുമരുമൊക്കെ വെള്ളം ഇരിക്കേണ്ട വെച്ചിട്ടെ. അവിടെ ഈ മേലേക്ക് എടുക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ വാർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ജോയിൻ്റ് ചെയ്യുമ്പോൾ അവിടെ പണിക്കാരും ഉപ്പൊക്കെ പറഞ്ഞ് അവിടെ ചോർച്ച വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചോർച്ച വരുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം ഷീറ്റ് ആണ് ഇപ്പോൾ അടിച്ചേക്കുന്നത്. ഇനി പടച്ചോണ്ട് തൗഫീഖുണ്ട് മുകളിലേക്കൊക്കെ എടുക്കുമ്പോൾ അത് ചെയ്യണം. നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് അവരുടേതായ കാര്യങ്ങളൊക്കെ ആയുധങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്.
ഞാനിപ്പോൾ കാലത്ത് ഇവിടെ തേച്ച ഭാഗത്ത് വെള്ളമടിക്കാണ്ട് വന്നതാണ്. ഇന്നലെ മഴ പെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ തേപ്പല്ല, അപ്പോൾ നമ്മളെ കൈകൊണ്ട് നനച്ചില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകും നമുക്ക്. അതുകൊണ്ട് ഇത് പിന്നെ അറിയാലോ, കോളിംഗ് റൂമാണ്. ഇത് തേക്കാനുള്ള ഭാഗമാണ്. ഇവിടെ നമ്മൾ ചെറിയ കട്ടച്ച് വെച്ചേക്കാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ തട്ടും. അതുകൊണ്ട് ഈ ഏരിയ തേക്കാൻ ഉദ്ദേശിക്കണില്ല. തൽക്കാലം ഇപ്പോൾ കോളിംഗ് റൂമും ചിമ്മിണിയും അതാണ് തേക്കുന്നത്. പിന്നെ സൺസൈഡിൻ്റെയും മെയിൻ വാർക്കിൻ്റെ ഇടയിലുള്ള 5 വരി കട്ട പൊക്കിയ ഭാഗം തേക്കും. ഇതിപ്പോൾ തന്നെ നമ്മൾ കട്ട വെച്ച് തിരിച്ചിട്ടുണ്ട് അടിഭാഗത്തെ പോലെ തന്നെ, റൂം പണിയാൻ വേണ്ടിയുള്ള രീതി തന്നെ. ഭാഗത്തൊക്കെ വലിയ കട്ടയാണ്, ഇപ്പുറത്തൊക്കെ ചെറിയ കട്ടയാണ്. കാരണം ഇവിടേക്കൊന്നും റൂം വരുന്നില്ല. ഇവിടെ തേക്കും, അതുപോലെ തന്നെ വടക്ക് വശത്ത് തേക്കും, കിഴക്ക് വശം തേക്കും. തെക്ക് ഭാഗത്ത് നമ്മൾ തേയില്ല, തേക്കൂല. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് തട്ടാനുള്ള ഏരിയയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം എന്ത് ചെയ്യുക, നമ്മളെ വീട് പെട്ടെന്ന് എന്ത് ചെയ്യണം, പൊന്തണം. ഇപ്പോൾ ഒരുപാട് ക്യാഷിന് 5-8 ലക്ഷം വേണ്ടി വരുന്നതാണ് കണക്കൂട്ടിൽ. പിന്നെ പടച്ചോന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്തൊന്നുമില്ലല്ലോ. പക്ഷേ അതുങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യാം. കാര്യങ്ങളൊക്കെ ഭംഗിയാവണം, കടങ്ങളില്ലാതെ എല്ലാം പെട്ടെന്ന് പൂർത്തിയാവണം. തൊട്ടപ്പുറത്തുള്ള ആ വീട്ടുകാരുടെ വീട് അവർ വലിയ പാവങ്ങളാണ്. അവർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.